രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഗതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 88-ാം സർഗമാണ് ഇന്ദ്രജിത്തും ലക്ഷ്മണനും തമ്മിലുള്ള യുദ്ധം. ആ ഇന്ദ്രജിത്തിൻ്റെ യാഗം മുടക്കി ഇന്ദ്രജിത്തിനെ യുദ്ധക്കളത്തിലേക്ക് അനയിക്കാൻ വേണ്ടി ഇവർ ശ്രമങ്ങൾ നടത്തിയെന്നൊക്കെ നമ്മൾ കേട്ടു. ആ വിഭീഷണനും ഹനുമാനും എല്ലാവരും കൂടിയാണ് ലക്ഷ്മണനോടൊത്ത് അവിടെ വന്നത്. അങ്ങനെ വിഭീഷണൻ തൻ്റെ ജ്യേഷ്ഠനായ രാവണൻ ചെയ്ത തെറ്റുകളെപ്പറ്റിയും അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ലങ്കയ്ക്കുണ്ടായ നാശത്തിനെ പറ്റിയുമൊക്കെ ഇന്ദ്രജിത്തിനെ ഓർമ്മിപ്പിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ സർഗത്തിൽ കേട്ടത്. ഇങ്ങനെയുള്ള ആ വിഭീഷണൻ്റെ പരുഷമായ വാക്കുകൾ കേട്ടിട്ട് കോപത്തോടുകൂടി കറുത്ത കുതിരകളെ പൂട്ടിയ തെരിൽ വലിയ വില്ലും അമ്പുമൊക്കെ എന്തിക്കൊണ്ട് ആ ഇന്ദ്രജിത്ത് ഹനുമാൻ്റെ പുറത്ത് അലങ്കൃതനായി ഉദയസൂര്യനെ പോലെ വിളങ്ങുന്ന ആ ലക്ഷ്മണനെ കണ്ടു. കോപമാണ്ട് അവൻ വാനരവീരന്മാരോടും വിഭീഷണനോടുമൊക്കെയായിട്ട് പറഞ്ഞു, എൻ്റെ പരാക്രമം എൻ്റെ വില്ലിൽ നിന്ന് പൊഴിയുന്ന താങ്ങാനാവാത്ത ശരമാരി കണ്ടുകൊള്ളുവീൻ. മാനത്ത് നിന്ന് പൊഴിയുന്ന മഴ പോലെ നിങ്ങളിൽ അവ തറയ്ക്കുകയും ഇന്നെൻ്റെ പെരിയ വില്ലിൽ നിന്ന് പായുന്ന അമ്പുകൾ പഞ്ഞിക്കെട്ടിനെ തീയെന്ന പോലെ നിങ്ങളുടെ മെയ് ചുട്ടരിക്കും എന്നൊക്കെ അവനിങ്ങനെ വലിയ അഹങ്കാരങ്ങൾ പറഞ്ഞു. പാമ്പിനെപ്പോലെ കോപമുള്ളവനാണ് ഞാൻ. എന്നോട് പോരിന് നീ വന്നത് അതുകൊണ്ട് വളരെ ബുദ്ധിയില്ലാത്തത് കൊണ്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയുള്ള രാക്ഷസ വീരൻ്റെ ഗർജനം കേട്ടിട്ട് ലക്ഷ്മണൻ ഒട്ടും ഭയമില്ലാതെ അവനോട് പറഞ്ഞു, അല്ലേ രാക്ഷസ, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്കരയ്ക്ക് എത്തുക എന്നുള്ളത് ദുഷ്കരമായ കാര്യം ചെയ്യേണ്ട കാര്യങ്ങളുടെ മറുകര എത്തുന്നവൻ തന്നെയാണ് ബുദ്ധിമാൻ. ആർക്കും നേടാനാവാത്ത കാര്യം ഹീനാർത്ഥനായി നീ വാക്കുകൊണ്ട് പുലമ്പി. അല്ലേ ബുദ്ധിയില്ലാത്തവനെ, ഞാൻ കൃതാർത്ഥൻ എന്ന് നീ നനയ്ക്കുന്നു. പോരിൽ ഒളിഞ്ഞു നിന്നുകൊണ്ട് നീ ചെയ്ത കാര്യം കള്ളന്മാർക്ക് പറ്റിയതാണ്. വീരന്മാർ പോകുന്ന വഴിയല്ല. രാക്ഷസ, ഞാനിതാ നിൻ്റെ അമ്പിന് മുന്നിൽ നിലകൊള്ളുന്നു. വാക്കുകൊണ്ട് പുലമ്പിയ നീ ആ കരുത്ത് കാണിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം യുദ്ധത്തിന് തയ്യാറാണെന്ന് കണ്ടപ്പോൾ ഇന്ദ്രജിത്ത് വില്ലുകുലച്ച് അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. അവനയച്ച പന്നകസമാനങ്ങളായ അസ്ത്രങ്ങൾ ലക്ഷ്മണനെ പ്രാപിച്ച് ചുറ്റുന്ന പാമ്പുകളെ പോലെ വീണു. വേഗമേറിയ ബാണങ്ങൾ കൊണ്ട് ഊക്കോടെ രാവണി ശുഭലക്ഷണനായ ലക്ഷ്മണൻ്റെ മുറിവേൽപ്പിച്ചു തുടങ്ങി എന്ന് പറയുന്നത്. ഇങ്ങനെ ഉള്ള ആ ലക്ഷ്മണൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇന്ദ്രജിത്ത് സന്തോഷത്തോടുകൂടി ഉറക്കെ അലറാൻ തുടങ്ങി. ഇതാ ഇനിയും നിൻ്റെ പ്രാണനെടുക്കാൻ പറ്റിയ ധാരാളം അസ്ത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. നിൻ്റെ ചട്ട പൊട്ടിയിരിക്കുന്നു, നിൻ്റെ വില്ല് തെറിച്ചിരിക്കുന്നു. അതിനാൽ ഉടനെ തന്നെ നീ തലയേറ്റ് താഴെ വീഴും എന്നൊക്കെ അവൻ ആക്രോശിച്ചു. ഇങ്ങനെ പുരുഷം പറയുന്ന അല്ലെങ്കിൽ അവനോട് ഏറ്റുമുട്ടിക്കൊണ്ട് വീണ്ടും ലക്ഷ്മണൻ പറഞ്ഞു, അല്ലേ ബുദ്ധിയില്ലാത്തവനെ, ദുഷ്ടം കർമ്മങ്ങൾ ചെയ്യുന്നവനെ, രാക്ഷസ, വാക്കുകൊണ്ടുള്ള വേല വെടിയുക. നീ എന്തിനാണ് ഇങ്ങനെ പുലമ്പുന്നത്? സ്വന്തം കർമ്മം കൊണ്ടത് തെളിയിക്കുക. കാര്യം ചെയ്യാതെ വെറുതെ വീമ്പ് പറയുന്നതിൽ കാര്യമില്ല. പരുഷം പറയാതെ ആക്ഷേപിക്കാതെ യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് 5 വേഗമേറിയ ശരങ്ങളെടുത്തുകൊണ്ട് വലിച്ച് ആ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ നേരെ അയച്ചു. നല്ല ചിറകുകൾ വെച്ചപ്പോൾ പാമ്പുകളെപ്പോലെ തിളങ്ങുന്നവയുമായ അമ്പുകൾ രാക്ഷസൻ്റെ നെഞ്ചിൽ കൊണ്ട് സൂര്യ കിരണങ്ങളെപ്പോലെ ശോഭിച്ചു എന്നാണ് പറയുന്നത്. ആ അമ്പേറ്റിട്ട് വീണ്ടും കുപിതനായിട്ട് ഇന്ദ്രജിത്ത് 3 അമ്പുകൾ ലക്ഷ്മണനെ നേരെ അയച്ചു. ഇങ്ങനെ പരസ്പരം ആ നരരാക്ഷസന്മാർ ആകാശത്തിലെ 2 ഗ്രഹങ്ങളെ പോലെ പോരാടി എന്ന് പറയുന്നു. അല്ലെങ്കിൽ സിംഹങ്ങൾ പോരാടുന്ന പോലെ പോരാടി എന്ന് പറയുന്നു. പരസ്പരം ശരങ്ങൾ അയച്ചുകൊണ്ട് അല്ലെങ്കിൽ ആയുധങ്ങളെ പ്രയോഗിച്ചുകൊണ്ട് ഒക്കെ അവർ യുദ്ധം ചെയ്തു. ആ മനുഷ്യനും രാക്ഷസനും തമ്മിൽ വളരെ സന്തോഷത്തോടു കൂടി യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത്. ശത്രുക്കളെ നശിപ്പിക്കുന്നതിൻ്റെ സമർത്ഥനായ ലക്ഷ്മണൻ അമ്പ് തൊടുത്ത് പാമ്പിനെ പോലെ ചുറ്റിക്കൊണ്ട് ആ രാക്ഷസനോട് ഏറ്റുമുട്ടി. അവൻ്റെ ആ ഞാണൊലി കേട്ട് രാക്ഷസവീരൻ വിവർണവദനായി മാറി എന്നാണ് പറയുന്നത്. രാവണപുത്രൻ വിവർണമുഖനായത് കണ്ടിട്ട് സൗമിത്രിയോട് വിഭീഷണൻ പറഞ്ഞു, രാവണപുത്രനിൽ ഞാൻ അടയാളങ്ങൾ കാണുന്നു. ആകയാൽ മഹാബാഹു, ഇപ്പോൾ അവനെ നശിപ്പിക്കാൻ പറ്റിയ അവസരമാണ് എന്ന്. ഉടനെ ലക്ഷ്മണൻ പാമ്പിനെ പോലെയുള്ള അസ്ത്രങ്ങൾ അയച്ചു. ലക്ഷ്മണൻ്റെ ഈ അസ്ത്രങ്ങളെ കൊണ്ട്, വജ്രായുധം കൊണ്ട് മുറിവേറ്റവനെ പോലെ ആ മേഘനാഥൻ തളർന്ന് വീണു എന്ന് പറയാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ അവൻ ആ
അസ്വസ്ഥത മാറി വീണ്ടും തുടുത്ത കണ്ണോടുകൂടി ലക്ഷ്മണൻ്റെ നേരെ ഏറ്റുമുട്ടി. ആദ്യത്തെ പോരില്ലേ എൻ്റെ പരാക്രമം നീ കണ്ടതല്ലേ? ഇപ്പോൾ നീ മേട്ടനും പോരിൽ കെട്ടുപെട്ട് കിടന്നുരുളുകയല്ലേ? വലിയ പോരിൽ ഇന്ദ്രൻ്റെ വജ്രത്തിനൊത്ത ശരങ്ങളാൽ നിങ്ങൾ ഇരുവരെയും മുന്നണി പോരാളികളെയും മുമ്പും ഞാൻ ബോധം കെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നീ മറന്നുപോയോ എന്നൊക്കെ ഉള്ള വമ്പുകൾ വീണ്ടും പറയാൻ തുടങ്ങി. ഇങ്ങനെ നൂറുകണക്കിന് അമ്പുകൾ അയച്ചുകൊണ്ട് ആ വിഭീഷണനെ കീറി മുറിക്കാൻ ആരംഭിച്ചു ഇന്ദ്രജിത്ത് എന്ന് പറയുന്നതാണ്. ഇന്ദ്രജിത്ത് ചെയ്ത ഈ പണി കണ്ടപ്പോൾ അത് വകവയ്ക്കാതെ ചിരിച്ചുകൊണ്ട് സാരമില്ല എന്ന് പറഞ്ഞു. നരവീരൻ പോരിൽ കോപം പൂണ്ട് നിർഭയം ഘോരശരങ്ങളെടുത്ത് തൊടുത്തു വിട്ടു. നിശാചര, പോരിന് കഴിഞ്ഞ ശൂരന്മാർ തല്ലുന്നത് ഇങ്ങനെയല്ല. നിന്റെ ശരങ്ങൾ ദുർബലങ്ങളും വീര്യം കുറഞ്ഞവയുമാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ഏറ്റുമുട്ടി എന്ന് പറയാണ്. കലികൊണ്ട ആ ഘോരവിക്രമനായ ആ മേഘനാഥൻ 1000 അമ്പുകൾ ഇത് ലക്ഷ്മണനെ മുറിപ്പെടുത്തി. പക്ഷേ ലക്ഷ്മണൻ്റെ ആ മഹത്തായ കവചം തകർന്നു. 2 വീരന്മാരും പകരത്തിന് പകരം ചെയ്തുകൊണ്ടേയിരുന്നു. യുദ്ധം ചെയ്തു, തളരുന്നുണ്ട്, ഇടയ്ക്ക് എഴുന്നേൽക്കുന്നുണ്ട്, യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ പ്രയാസത്തോടു കൂടി അല്ലെങ്കിൽ വളരെ ആഹ്ലാദത്തോടു കൂടിയൊക്കെ അവർ ധാരാളം നേരം യുദ്ധം ചെയ്തു. 1000കണക്കിന് അമ്പുകൾ അവർ പ്രയോഗിച്ചു. അവരുടെ ബാണങ്ങളെ കൊണ്ട് യാഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അഗ്നികുണ്ഡങ്ങളെപ്പോലെ 2 അഗ്നികുണ്ഡങ്ങൾ ഉണ്ടായിപ്പോയി എന്ന് പറയാണ്. ലക്ഷ്മണൻ രാവണി ലക്ഷ്മണനെയും പരസ്പരം തച്ചിട്ടും അവർക്ക് തളർച്ചയൊന്നും തോന്നിയില്ല. ശരീരത്തിലുകൊണ്ട് അസ്ത്രങ്ങളെ കൊണ്ട് മരങ്ങളെപ്പോലെ ധാരാളം കൊമ്പുകളും ചില്ലകളും ഒക്കെയുള്ള മരങ്ങളെപ്പോലെ അവർ തിളങ്ങി എന്ന് പറയാണ്. അമ്പുകൾ കൊണ്ട് മൂടിയവയും ചൊറി കുളിച്ചവയുമായ അവയുടെ അവയവങ്ങളെല്ലാം കത്തുന്ന തീ പോലെ തൊണിക്കപ്പെട്ടു എന്ന് പറയാണ്. ഇങ്ങനെ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പടനിലത്തിലേക്ക് വീണ്ടും വന്ന് വിഭീഷണൻ ആ ലക്ഷ്മണന് സഹായം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് അവിടെ നിലകൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.